ഈ വീഡിയോയിൽ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ഇന്ത്യക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട് പല രീതിയിലും പല റിലേഷൻഷിപ്പുകളൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും. പക്ഷെ അതുപോലെയല്ല പാകിസ്ഥാൻ. നമ്മളുടെ എക്കോണമി വളരെ കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്, ഇത്രയും സ്റ്റേബിൾ ആയിട്ട്. 1947 രണ്ട് രാജ്യങ്ങളുണ്ടായെന്ന് പറഞ്ഞിട്ട് അതേ ഒരു പോയിന്റ് വെച്ചിട്ട് ഇന്നത്തെ ഇന്ത്യയും പാകിസ്ഥാനെയും വിലയിരുത്താൻ കഴിയില്ല. പാകിസ്ഥാൻ ബഹുദൂരം പുറയിലാണ്, ഇന്ത്യ ബഹുദൂരം മുന്നിലുമാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. ഒക്ടോബർ 8-9 ദിവസങ്ങളിൽ UK പ്രൈം മിനിസ്റ്റർ കീർ സ്റ്റാർമർ ഇന്ത്യ വിസിറ്റ് ചെയ്യുകയാണ്. ചൊവ്വ ബുധൻ ദിവസങ്ങളിലായിട്ട് വരും. പാകിസ്ഥാന്റെ ഫോറിൻ മിനിസ്റ്റർ അഥവാ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഇഷാഖ് ദർ നേരെ മലക്കം മറിഞ്ഞിരിക്കുകയാണ്. അമേരിക്കയിൽ പോയിട്ട് ഈ ചർച്ചയിലൊക്കെ പങ്കെടുത്ത് ഡൊണാൾഡ് ട്രംപ് ഡയറക്റ്റായിട്ട് പേരൊക്കെ വിളിച്ച് പറഞ്ഞതാണ് പാകിസ്ഥാനെ കുറിച്ച്. ഇപ്പോൾ അതാ മലക്കം മറിഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ ഗാസ പീസ് പ്ലാൻ, അമേരിക്ക രൂപപ്പെടുത്തിയ ഒരു പ്ലാൻ അറബ് രാജ്യങ്ങൾ അഥവാ മുസ്ലിം കൺട്രീസിന്റെ ഒരു സമ്മതത്തോടു കൂടി രൂപപ്പെടുത്തിയ ഒരു പ്ലാൻ അല്ല എന്നാണ് ഇഷാഖ് ദർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെയൊക്കെ പാകിസ്ഥാന്റെ ഡബിൾ സ്റ്റാൻഡേർഡുകളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമില്ല, ട്രംപ് മനസ്സിലാക്കേണ്ടതാണ്. ഇനിയിപ്പം റീസെന്റ് ആയിട്ട് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് ഈ സർ ക്രീക്ക് എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആ ഒരു വിഷയം. 90% ഈ ഒരു സൈഡ്, ഈ സർ ക്രീക്ക് എന്ന് പറയുന്നത് ഇന്ത്യക്ക് സ്വന്തമാണെന്നാണ് 1909, 1924, അതിലുപരിയായിട്ട് 1947 സ്വാതന്ത്ര്യം കിട്ടി, രണ്ട് രാജ്യങ്ങളും പാർട്ടീഷൻ ചെയ്ത സമയത്തെല്ലാം തന്നെയും ഇന്ത്യക്കാണ് ഈ സർ ക്രീക്കിൽ 90% റൈറ്റ് ഉള്ളത്. ഈ സർ ക്രീക്ക് എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്താണ് ശരിക്കും ഓയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇവിടെ ഈ ഓയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് ഏതാണ്ട് 2019 മുതലേ പാകിസ്ഥാൻ ഇവിടെ മിലിറ്ററി ബേസുകൾ സ്ലോലി ഇങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാണ്. അപ്പോൾ ഈ സർ ക്രീക്കിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കറാച്ചിയിലെ നേവൽ ബേസും എയർ ബേസുമാണ് ഏറ്റവും കൂടുതൽ പാകിസ്ഥാന് സപ്പോർട്ടീവ് ആയിട്ടുള്ളത്. കറാച്ചി, മസ്രൂർ, മെഹ്റാൻ ഈ 3 സ്ഥലങ്ങളാണ് ഇതിനെ ചുറ്റിപ്പറ്റി കിടക്കുന്നത്. പിന്നെ ഇന്ത്യയുടെ നിലപാടെന്ന് പറഞ്ഞാൽ ഈ ക്രീക്ക് എന്ന് പറഞ്ഞ ആ ഒരു പ്രദേശത്ത് വെച്ചിട്ട് ഒരു ബോർഡർ വേർതിരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട്. കാരണം ജനങ്ങളുടെ ജീവിതശൈലി ആ ഒരു ലേക്കിനെ ചുറ്റിപ്പറ്റിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രദേശത്തിനെ മാത്രം ഇങ്ങനെ വേർതിരിച്ചിട്ട് അങ്ങനെ ഈ ഒരു തടാകത്തിനെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ക്രീക്ക് പ്രദേശത്തിനെ വെച്ചിട്ട് ഇങ്ങനെ വേർതിരിക്കാൻ പറ്റില്ല. കാരണം വാട്ടർ ബോഡി വേർതിരിക്കുന്നത് അത്ര എളുപ്പമല്ല, ബോർഡർ ലൈൻ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ്, കാരണം ആ സ്ഥലത്ത് ഒരുപാട് മത്സ്യത്തൊഴിലാളികളൊക്കെ ഉണ്ട്. ആ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് വളരെ ക്രിട്ടിക്കലാണ്. കാരണം എപ്പോൾ നോക്കിയാലും ഇന്ത്യക്കുള്ളിൽ ഇൻഫിൽട്രേറ്റ് ചെയ്യുന്ന ആൾക്കാർ ഈ ബോട്ട് ത്രൂ വന്നിട്ട് പാകിസ്ഥാനിലെ തീവ്രവാദികൾ അതുവഴിയാണ് കടന്നു വരുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ ഈ മരുന്ന് കടത്ത്, ഗുജറാത്ത് പോർട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ ഈ മരുന്ന് കച്ചവടം പിടിക്കുന്നു എന്നുള്ള രീതിയിൽ ഈ മരുന്നുമായിട്ട് വന്ന ബോട്ടുകൾ, ഇത്ര ലോഡ് കണക്കിൽ മറ്റേ മരുന്നുകളുമായിട്ട് വരുന്ന ഈ കള്ളക്കടത്ത് നടത്തുന്ന ഈ ബോട്ടുകളുണ്ട്. ഈ ബോട്ടുകളൊക്കെ പിടിക്കപ്പെടുന്നത് ഈ പ്രദേശത്തു നിന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്കുള്ളിൽ നുഴഞ്ഞു കയറാൻ പറ്റിയ സാഹചര്യം ഈ പ്രദേശത്തുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഇന്ത്യയുടെ 4 സെക്ട് ഓഫ് സെക്യൂരിറ്റി അവിടെ ഉണ്ട്. ഒരു ജോയിന്റ് കൺട്രോൾഡ് മിലിറ്ററി ബേസ് ആണ് നമ്മൾ അവിടെ സ്ഥാപിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് പറഞ്ഞാൽ, അതിനകത്ത് ഫസ്റ്റ് ഫേസിൽ BSF ഉണ്ട്, അത് കഴിഞ്ഞാൽ ആർമി മിലിറ്ററി ഉണ്ട്, അത് കഴിഞ്ഞാൽ ഇന്ത്യൻ നേവി ഉണ്ട്, പിന്നെ എയർഫോഴ്സും കൂടി ഉണ്ട്. ഇത്രയും സെക്യൂരിറ്റി അവിടെ ഉണ്ട്, ഇത്രയും ലെയർ ഓഫ് സെക്യൂരിറ്റി അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് എന്താണ് നമുക്ക് ഗുണം ചെയ്യാന്ന് പറഞ്ഞാൽ, പാകിസ്ഥാൻ ഏതെങ്കിലും സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെ ഏതെങ്കിലും രീതിയിൽ ഒരു അറ്റാക്ക് അല്ലെങ്കിൽ ഒരു ആക്രമണം എന്തെങ്കിലും നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഇമീഡിയറ്റ് ആയിട്ട് തന്നെ സ്പോണ്ടേനിയസ് റെസ്പോണ്ട് കൊടുക്കാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് വറി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 2011 ശേഷം പാകിസ്ഥാൻ ഈ ഒരു സ്ഥലം ഫോക്കസ് ചെയ്യുന്നെങ്കിലും ഈ ഇടയായിട്ട് 2 ബറ്റാലിയൻ പട്ടാളക്കാരെ അവിടെ കൊണ്ട് അവർ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബറ്റാലിയൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്ട് 1000 മുതൽ 1500 പട്ടാളക്കാർ വരും. അപ്പോൾ അത്രയും മിലിറ്ററി ട്രൂപ്പിനെ അവർ 2 ബറ്റാലിയൻ 31, ബറ്റാലിയൻ 32 ഈ 2 ട്രൂപ്പുകളെ അവരവിടെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെന്തോ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നത്. പക്ഷേ ഇന്ത്യക്ക് അവിടെ ബറ്റാലിയൻ ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ 3 ബറ്റാലിയനെ അവിടെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്, 3 ബറ്റാലിയൻ. ഓക്കെ. അതുപോലെ തന്നെ നമുക്കും അബീബസ് അസാൾട്ട് ബോട്ടുകളുണ്ട്. ഈ അസാൾട്ട് ബോട്ടുകൾ എന്ന് പറഞ്ഞാൽ വളരെ സ്പീഡായിട്ട് തന്നെ സഞ്ചരിച്ച് നമുക്ക് ടാർഗറ്റിനെ റീച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പോകാൻ പറ്റുന്ന സ്പീഡ് ബോട്ടുകളാണ്. അതേസമയം നമുക്ക് തറയിലും വെള്ളത്തിലും തന്നെ സഞ്ചരിക്കുന്ന രീതിയിലുള്ള ബോട്ട് സിസ്റ്റം ഒക്കെ ഉണ്ട് നമുക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി മെഷേഴ്സാണ് ആ സ്ഥലത്ത് നമ്മൾ ഏർപ്പാടാക്കി വെച്ചിരിക്കുന്നത്. അതുകൂടാതെ കച്ച് അതേപോലത്തെ തന്നെ ആ ഒരു ബോർഡർ മേഖലയിൽ ഇന്ത്യക്ക് പല രീതിയിലുള്ള സീക്രട്ട് ആയിട്ടുള്ള ട്രൂപ്പുകൾ അവിടെ ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ പറയുന്നില്ല. നമുക്ക് അതായത് ടൈഡൽ ബെർത്തിങ് ഫെസിലിറ്റി ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. റാപ്പിഡ് റെസ്പോൺസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിലുള്ള ടീമുകളെല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ആ സ്ഥലം എന്ന് പറഞ്ഞാൽ ചെളിയും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അടിയിൽ കൂടെയൊക്കെ നമുക്ക് നീന്തി പോകാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം സെഡിമെന്റ്സ് ഉള്ള ഒരു ഏരിയയാണ്. അപ്പോൾ അങ്ങനെ ഈ ചെളിക്കുണ്ടിലൊക്കെ കാല് വെച്ച് ഇങ്ങനെ കയറി പോകാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് വെൽ പ്രാക്ടീസ്ഡ് ആയിട്ടുള്ള ട്രൂപ്സിനെയാണ് നമ്മൾ അവിടെ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. ഈ സർ ക്രീക്ക് ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ആക്രമണങ്ങൾ പാകിസ്ഥാൻ നടത്തുന്നുവെങ്കിൽ ഇന്ത്യ കറാച്ചിയെ ഡയറക്റ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യും. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് കറാച്ചി എങ്ങനെയാണ് ബ്ലോക്ക് ചെയ്യപ്പെട്ടിരുന്നുള്ളത് വളരെ വ്യക്തമാണ്, നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് കറാച്ചിയെ ടാർഗറ്റ് ചെയ്ത് ഇന്ത്യ മൂവ് ചെയ്യും, അതിൽ യാതൊരു തർക്കമില്ല.
ഇപ്പം പാകിസ്ഥാൻ അവിടെ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, HQ-9 എയർ ഡിഫൻസ് സിസ്റ്റം ഒക്കെ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നതെല്ലാം ചൈനീസ് ബോട്ടുകളാണ്. പലരും അമേരിക്കയിലുള്ള ആയുധങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ ആയുധങ്ങളല്ല, ശരിക്കും അമേരിക്കയ്ക്ക് വേണ്ടി ഇവർ കളം ഒരുക്കുകയാണ്. കാരണം ഇവർ അമേരിക്കയിൽ പോയിട്ട് കുറേ വാഗ്ദാനങ്ങൾ കൊടുത്തു. ഇവിടെ ഓയിൽ ഉണ്ട്, അപ്പോൾ അവിടെ അമേരിക്കയിൽ ഷെവറോൺ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുമായിട്ട് ഇവർ ചർച്ച നടത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്നാലും നമ്മുടെ അവിടെ ഓയിൽ ഉണ്ട്, നിങ്ങൾ വന്നിട്ട് അവിടെ നിന്ന് ഓയിൽ റിഗ് ഇട്ട് നിങ്ങൾ ഓയിൽ എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഇവർ വലിയ വായിൽ വീരവാദമൊക്കെ അടിച്ചിട്ടാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവർ പറഞ്ഞ വാഗ്ദാനങ്ങൾ ഇവർക്ക് സത്യസന്ധമാക്കി കാണിച്ചു കൊടുക്കണം. അതുകൊണ്ടാണ് ഇവർ ഈ രീതിയിലുള്ള ബിൽഡപ്പും കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നത്. അമേരിക്ക അറിയാമല്ലോ, രാജകീയമായിട്ട് വരും, ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വന്ന് കാര്യങ്ങൾ നടത്തും. അല്ലാതെ അമേരിക്ക ഒരിക്കലും വന്നിട്ട് പൈസ സ്പെൻഡ് ചെയ്ത് അവിടെ റിസർച്ച് നടത്തി ഗവേഷണം നടത്തുന്നത് മുതലേ ചൈനയെ പോലെ അമേരിക്ക പൈസ മുടക്കത്തില്ല, അത് ഉറപ്പാണ്. അമേരിക്കയ്ക്ക് എല്ലാം നല്ല ബ്രെഡും ഓംലെറ്റും എല്ലാം റെഡിയാക്കി വെച്ചിരിക്കണം. അവർ വന്നു കഴിഞ്ഞാൽ കാര്യം നോക്കുമ്പോൾ റെഡിയാണ്, അവർ കഴിച്ചിട്ട് പോകും. അതാണ് അമേരിക്കയ്ക്ക് വേണ്ടത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇവർ കളം ഒരുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് അമേരിക്കയുടെ റോൾ ഇല്ല ഇതുവരെ. ഇവർ ചൈനയുടെ സാമഗ്രികളൊക്കെ മേടിച്ചിട്ടാണ് ഇവിടെ സംഭവങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഇന്ത്യൻ ആർമിയുടെ ഒന്നാമത്തെ നിഗമനം, അപ്പോൾ ഇവർ അമേരിക്കയ്ക്ക് പോയിട്ട് വന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കാര്യങ്ങളൊക്കെ ഇവർ വ്യക്തമായിട്ട് കളമൊരുക്കാൻ വേണ്ടിയിട്ട് ഈ പ്രവൃത്തിയിലേക്ക് ഏർപ്പെടുന്നു എന്നുള്ളത് നമ്പർ 1. നമ്പർ 2, ഇവർ മുംബൈ മോഡൽ ആക്രമണം ഇന്ത്യക്കുള്ളിൽ നടത്താൻ വേണ്ടിയിട്ട് ഇവർ ഏതെങ്കിലും വിധേന ഇന്ത്യക്കുള്ളിൽ ഒരു ഇമ്മീഡിയറ്റ് ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് ചില തീവ്രവാദികളെ ഇങ്ങോട്ട് കയറ്റിവിടാൻ വേണ്ടിയിട്ട് സാഹചര്യം ഒരുക്കുന്നതായിട്ട് രണ്ടാമതൊരു ഓപ്ഷൻ നമുക്ക് കരുതാം. മൂന്നാമത്, പാകിസ്ഥാനിലെ POKയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെയൊക്കെ ഒന്ന് സൈഡ് ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഇന്ത്യയുടെ അറ്റൻഷനെ ഇങ്ങോട്ട് തിരിക്കാൻ വേണ്ടിയിട്ടും പ്രധാനപ്പെട്ട ഓപ്പോണന്റ് ആയിട്ടുള്ള ഇന്ത്യയുടെ ശ്രദ്ധ മൊത്തം ഈ ഭാഗത്ത്, ഈ സർ ക്രീക്ക് ഭാഗത്ത് കേന്ദ്രീകരിച്ചിട്ട് അവർക്ക് വേറെന്തോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ആ രീതിയിൽ കരുതാം. അങ്ങനെ 3 ടൈപ്പ് ഓഫ് അസംഷനാണ് ഇന്ത്യൻ ആർമിക്ക് ഉള്ളത്. പക്ഷേ എന്ത് വന്നാലും നമ്മൾ ഏത് സാഹചര്യത്തിനെയും നേരിടാൻ തയ്യാറാണ്. ആ രീതിയിൽ നമ്മൾ റെഡി ടു റെസ്പോണ്ട്, ആ ഒരു പൊസിഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. അല്ലാതെ പാകിസ്ഥാൻ ഒരിക്കലും ഇന്ത്യയുമായിട്ട് യുദ്ധം ചെയ്യാൻ തയ്യാറല്ല. അവർക്ക് ഇന്ത്യയുമായിട്ട് ഒരു കൺഫ്രണ്ടേഷൻ അല്ലെങ്കിൽ ഒരു യുദ്ധം ചെയ്ത് വിജയിക്കാൻ കഴിയില്ല എന്നുള്ളത് ഓപ്പറേഷൻ സിന്ദൂറിൽ തന്നെ അവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായ കാര്യമാണ്. ഇപ്പോഴും ഒരു ഫേക്ക് ഡ്രാമ കളിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. വിജയാഘോഷമൊക്കെ നടത്തുന്നത് അവരുടെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ നടത്തുന്ന ചില നാടകങ്ങളാണ്, ഉഡായ്പകളാണ്. ഇപ്പോൾ അവരവിടെ റഡാർ വാച്ച് സ്റ്റേഷനൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ എയർബോൺ ത്രെറ്റ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡ്രോൺ സിസ്റ്റം, അതേപോലെ തന്നെ അറ്റാക്ക് നടത്താനുള്ള ഡ്രോൺ സിസ്റ്റം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ചൈനയുടെ നിന്ന് മേടിച്ച സാധനങ്ങളാണ് അവരെല്ലാം അവിടെ വെച്ചിരിക്കുന്നത്. 1965 തന്നെ ഈ സർ ക്രീക്ക് ഭാഗത്ത് 90% ഇന്ത്യക്ക് അവകാശപ്പെട്ടതാണെന്നാണ് ഇന്റർനാഷണൽ ലോ പ്രകാരമുള്ള തീരുമാനം പുറത്തു വന്നത്. 10% മാത്രമേ പാകിസ്ഥാൻ അവിടെ അവകാശമുള്ളൂ. ഇതേ സെയിം തീരുമാനത്തിനെ ശരിവെച്ചുകൊണ്ടാണ് 1999 അറ്റ്ലാന്റിക് കൗൺസിൽ ഈ ഒരു തീരുമാനം ശരിയാണെന്ന് അംഗീകരിച്ചത്. അവിടെ 90% ഭാഗങ്ങളും ഇന്ത്യയുടേതാണെന്നും 10% ഡിസ്പ്യൂട്ടഡ് ടെറിട്ടറി ആണെന്നാണ് നിലവിലുള്ള ആ ഒരു സ്ഥിതിഗതികൾ. അപ്പോൾ ഇവർക്ക് അവിടെ ഓയിൽ എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം മുഴുവനും പാകിസ്ഥാന്റെ ആണ് എന്ന് അവർക്ക് വരുത്തി തീർക്കണം. അങ്ങനെ വരുത്തി തീർക്കണം എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? ഇവിടെ ഒരു ചെറിയൊരു ക്ലാഷ് ക്രിയേറ്റ് ചെയ്യണം. ക്ലാഷ് ക്രിയേറ്റ് ചെയ്ത് ചെറിയൊരു അറ്റാക്കോ ആക്രമണങ്ങളോ നടത്തി ഇന്ത്യക്കുള്ളിൽ ഏതെങ്കിലും രീതിയിൽ ഒരു ആക്രമണങ്ങളൊക്കെ നടത്തി ഇന്ത്യയെ ഒന്ന് പ്രൊവോക്ക് ചെയ്ത് അങ്ങോട്ടേക്ക് 2 സർജിക്കൽ സ്ട്രൈക്ക് ഒക്കെ നടത്തിപ്പിച്ചു കഴിഞ്ഞാൽ ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അന്താരാഷ്ട്ര കോടതിയിലോ അല്ലെങ്കിൽ UN-ലേക്ക് ചെന്നിട്ട് ഈ ഒരു ഏരിയ സർ ക്രീക്ക് പ്രദേശം, ഈ പ്രദേശം മൊത്തത്തിൽ ഡിസ്പ്യൂട്ടഡ് ടെറിട്ടറി ആയിട്ട് മാറ്റി തീർക്കാമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അഥവാ 1964-ലും 99-ലൊക്കെ നിലനിൽക്കുന്ന ഈ ഒരു 90% ഇന്ത്യയുടെ ഭാഗമാണെന്നുള്ള ആ ഒരു വിലയിരുത്തലിന് ഒരു മാറ്റം വരുത്തിക്കൊണ്ട് ഇത് മൊത്തത്തിൽ സർ ക്രീക്ക് മൊത്തത്തിൽ ഒരു ഡിസ്പ്യൂട്ടഡ് ടെറിട്ടറി ആണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഇപ്പോൾ എങ്ങനെയാണോ POK ഭാഗം അവർ ഉപയോഗിക്കുന്നത് അതേ മാതൃകയിൽ അവർക്ക് കൈവശം വെച്ചുകൊണ്ട് ഉപയോഗിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നേടുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ഇതാണ് പൊതുവിലെ ഇന്റലിജൻസിന്റെ ഭാഗത്തു നിന്ന് വരുന്ന വിവരം. അപ്പം ഇതിനു വേണ്ടിയിട്ടാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഇവിടെ കോപ്പ് കൂട്ടുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് എൻവയറമെന്റൽ ഇഷ്യൂസ് ഉണ്ട്, ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അതായത് പണ്ടത്തെ പോലെ അല്ല ഇന്ത്യ എന്നുള്ളത് അവർക്ക് വളരെ നന്നായിട്ട് അറിയാം. ഇപ്പൊ ഇത്തവണ ഇന്ത്യ അടുത്ത് വന്ന് ഈ രീതിയിൽ അവർ പെരുമാറിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള മറുപടി ഇന്ത്യ കൊടുക്കും. അതും ചെറുതായിട്ടല്ല, വലിയ രീതിയിലുള്ള മറുപടി തന്നെ കൊടുക്കും. അതിന് കേപ്പബിൾ ആണ് ഇന്ത്യൻ ആർമി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇത്തവണ പാകിസ്ഥാൻ നമ്മളെ ചൊറിയാൻ വരുന്നെങ്കിൽ പാകിസ്ഥാന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു റൂട്ട് മാപ്പ് ഇന്ത്യ കാണിച്ചു കൊടുക്കും. ആ വഴി ഇന്ത്യൻ ആർമി വളരെ വ്യക്തമായിട്ട് കാണിച്ചു കൊടുക്കുന്നതായിരിക്കും. ഈ ഒരു സർ ക്രീക്ക് ടെറൈൻ എന്ന് പറയുന്നത് വളരെ ടഫായിട്ടുള്ള ടെറൈൻ ആണ്. പക്ഷേ ഇന്ത്യൻ ആർമിയിൽ അതിന് ട്രെയിൻഡ് ആയിട്ടുള്ള, അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലൈസ് ചെയ്ത മിലിറ്ററി ട്രൂപ്പ് ഇന്ത്യയിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യൻ ആർമിയിൽ വിശ്വസിച്ച് നമ്മൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കുക. നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കുന്നുള്ളത്. ഫർദർ ഡെവലപ്മെന്റ്സുകൾ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.